കേരളത്തിൽ, പ്രത്യേകിച്ച് ഉത്തര കേരളത്തിൽ വെളിച്ചപ്പാടുകൾ തുള്ളുന്നത് വളരെ വ്യാപകമായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. സമൂഹത്തിൽ പല തുറകളിൽ നിന്നുള്ള ആൾക്കാർ വെളിച്ചപ്പാട് തുള്ളുന്നത് കാണാനെത്തുകയും അത് തങ്ങളെ രക്ഷിക്കുമെന്നും തങ്ങൾക്ക് എന്തെങ്കിലും സഹായം കിട്ടുമോ എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹത്തിൽ നിന്ന് അവർ ആ ഒരു പ്രവൃത്തി അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മളിന്ന് ചിന്തിക്കുന്നത് ഇത്തരം അനുഷ്ഠാനങ്ങൾ മനുഷ്യരുടെ വെൽബീയിങ്ങിന്, അവരുടെ ഒരു സന്തുലനമായിട്ടുള്ള ആരോഗ്യസ്ഥിതി, പ്രത്യേകിച്ച് മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും നിലനിർത്തുന്നതിൽ എന്തെങ്കിലും പങ്ക് വഹിക്കും എന്ന് ശാസ്ത്രീയമായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുമോ എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഇക്കാര്യങ്ങളെക്കുറിച്ച്, അതായത് അനുഷ്ഠാനങ്ങൾ മനുഷ്യരെയും സമൂഹങ്ങളെയും എങ്ങനെ സഹായിക്കുന്നു എന്ന കാര്യത്തെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ ലോകത്ത് പല രാജ്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പാരമ്പരികമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ മനുഷ്യനിൽ എന്ത് സ്വാധീനം ചെലുത്തുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ മുതലായ കാര്യങ്ങൾ കുറയ്ക്കുന്നതിൽ ഈ അനുഷ്ഠാനങ്ങൾക്ക് ഒരു പങ്കുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇതിൻ്റെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറ എന്താണ് എന്ന് സൂചിപ്പിക്കുന്ന ചില പഠനങ്ങൾ അടുത്ത കാലത്തുണ്ടായിട്ടുണ്ട്. സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ ഈ കാര്യങ്ങൾ ഇന്ന് സമൂഹത്തിൽ എല്ലാവരും ഒരു പരിധിവരെ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമുക്ക് ചിലപ്പോൾ ചില ആങ്സൈറ്റികൾ ഉണ്ടാകാം. ഒരു ഇലക്ട്രിസിറ്റി ബില്ല് സമയത്തിനടയ്ക്കുന്നതിന് വീഴ്ച പറ്റിക്കഴിഞ്ഞാൽ അത് ആങ്സൈറ്റി ഉണ്ടാക്കും. വലിയ വലിയ ലോണുകൾ എടുത്തിട്ട് റീപേ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം പലരിലും വലിയ ആങ്സൈറ്റി ഉണ്ടാക്കുന്നു. അതുപോലെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും അത് ചേർന്ന് പലപ്പോഴും വലിയ ഒരു ശതമാനം ആൾക്കാരെയും ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇന്ന് ലോകത്ത് നേരിടുന്ന ഏറ്റവും വലിയ എപ്പിഡമിക്കാണ് ഡിപ്രഷൻ എന്ന് പലരും സൂചിപ്പിക്കുന്നുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്കുകൾ അനുസരിച്ച് ഏതാണ്ട് 30 കോടി ആൾക്കാർ ഓരോ വർഷവും ഇത്തരം ഒരു ഡിപ്രഷൻ എന്നുള്ള ഒരു പ്രക്രിയയിൽ അടിമപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതിൽ പല ഗ്രഡേഷനും ഉണ്ടാകാം. മൈൽഡ് ഡിപ്രഷൻ ഉള്ളവർ, മോഡറേറ്റ് ഡിപ്രഷൻ, സിവിയർ ഡിപ്രഷൻ. സിവിയർ ഡിപ്രഷൻ ആകുമ്പോൾ അത്തരം വ്യക്തികൾക്ക് ഒരു സാധാരണ രീതിയിൽ സമൂഹത്തിൽ പെരുമാറുക തന്നെ വലിയ പ്രയാസമായിട്ട് മാറും. അത് പലപ്പോഴും മറ്റ് പല മാനസിക രോഗങ്ങളിലേക്കും കൊണ്ടെത്തിക്കുകയും ചെയ്യും. ഇത് സമൂഹത്തിൽ മുതിർന്ന ആൾക്കാർക്ക് മാത്രമല്ല, ഏതാണ്ട് 5 കോടി കുട്ടികൾക്ക്, അഡോളസെൻസിനും, അതായത് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ അങ്ങനെ നേരിടാത്ത വിഭാഗങ്ങൾക്ക് പോലും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് നമ്മൾ കണ്ടെത്തുന്നു. എന്നാൽ ഈ കാര്യങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളതിൽ വലിയ വീഴ്ചയാണ് നമുക്കിന്നുള്ളത്. 4 പേരിൽ ഒരാൾക്ക് മാത്രമേ ശരിയായിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റ് കിട്ടുന്നുള്ളൂ. അത് കാരണം പല രാജ്യങ്ങളിലും, അതായത് വികസന രാജ്യങ്ങളിൽ പലതിലും നമുക്ക് ഈ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് പോലും കണ്ടെത്തിയിട്ടില്ല. ഇതിനെ കുറിച്ച് ശരിയായിട്ടുള്ള പഠനങ്ങളോ എത്ര പേർക്ക് മെഡിക്കൽ സഹായം ആവശ്യമുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവോ ഇല്ലാത്ത ധാരാളം രാജ്യങ്ങളിലുള്ളിലും ധാരാളം വിഭാഗങ്ങൾ ഉണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഇതെങ്ങനെ നിൽക്കുമ്പോൾ ഈ പ്രശ്നങ്ങളെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മുന്നിലുള്ള വഴികൾ എന്താണ് എന്നുള്ളത് നമുക്ക് ആലോചിക്കാം. ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം പലതരത്തിലുള്ള ഡ്രഗ്സ്, മരുന്നുകൾ കൊടുത്ത് ഈ കാര്യങ്ങളെ ചികിത്സിക്കുന്നുണ്ട്. ചില മൈൽഡ് അല്ലെങ്കിൽ മോഡറേറ്റ് കേസുകളിൽ നമുക്കത് കൺസൾട്ടേഷനിലൂടെ, ചില മൈൽഡ് അല്ലെങ്കിൽ മോഡറേറ്റ് കേസുകളിൽ നമുക്കതിനെ കൗൺസിലിങ്ങിലൂടെ പരിഹരിക്കാം എന്നും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാലും വലിയ രീതിയിൽ മെഡിസിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഇതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ചില പുസ്തകങ്ങൾ മരുന്നുകളെ ആശ്രയിക്കുന്നതിൽ വന്നിട്ടുള്ള ചില പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഐർവിംഗ് ക്രിഷ് എഴുതിയ ദ എംപറേഴ്സ് ന്യൂ ഡ്രഗ് അല്ലെങ്കിൽ മാർട്ടിൻ സെയിൽമാൻ എഴുതിയ ഫ്ലറിഷ് എന്ന പുസ്തകങ്ങൾ ഈ ഒരു വൈദ്യരംഗത്ത് നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ പുസ്തകങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് പല പഠനങ്ങളെയുമാണ്. പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഏതാണ്ട് 67% പേഷ്യൻസിനും, അതായത് ആങ്സൈറ്റി, സ്ട്രെസ്, ഡിപ്രഷൻ മുതലായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മെഡിക്കേഷൻ കിട്ടുന്ന രോഗികളിൽ 67%നും പ്ലാസിബോയിനേക്കാൾ വലിയ ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്നില്ല എന്നാണ്. ഈ മരുന്നുകൾ പ്ലാസിബോയെക്കാളും
ബെറ്ററായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല എന്നുള്ള പഠനമാണ്. എന്നാൽ പലപ്പോഴും സിവിയറായിട്ടുള്ള ഡിപ്രഷൻ ഉള്ളവർക്ക് ഈ മരുന്നുകളുടെ ആവശ്യം വേണ്ടി വരുന്നു എന്നുള്ള കാര്യവും പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ക്രിഷ്യന്റെ അഭിപ്രായത്തിൽ, അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം പല പഠനങ്ങളെയും ചൂണ്ടിക്കാട്ടിയിട്ട് പറയുന്നത് പ്ലാസിബോയേക്കാൾ ബെറ്ററായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, പല മരുന്നുകളും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് പോലും നമുക്കറിയാൻ സാധിച്ചിട്ടില്ല. അത് ഉപയോഗപ്രദമാകുമ്പോഴും അത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഉള്ള തിരിച്ചറിവില്ല. ഒരുപക്ഷെ പ്ലാസിബോ എഫക്റ്റ് തന്നെയായിരിക്കാം ഈ മെഡിസിൻസിനും ഉള്ളത്. അതായത് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന മരുന്നുകൾക്ക് പോലും പ്ലാസിബോ എഫക്റ്റ് ആണ് ഉള്ളത് എന്ന് ക്രിഷ് വിലയിരുത്തുന്നു. അടുത്ത കാലത്ത് വന്ന മറ്റൊരു പഠനം ഡിപ്രഷനിൽ നമ്മൾ വച്ചു പുലർത്തിയിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്യുന്നു. പൊതുവെ വൈദ്യരംഗത്ത് പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ബ്രെയിനിലെ കെമിക്കൽ ഇംബാലൻസ് ആണ് ആങ്സൈറ്റി, ഡിപ്രഷൻ മുതലായ അവസ്ഥകൾക്ക് കാരണമെന്ന്. എന്നാൽ ഇങ്ങനെയുള്ള ഒരു കെമിക്കൽ അസന്തുല അവസ്ഥ അല്ലെങ്കിൽ ഒരു കെമിക്കൽ ഡിസെക്വിലിബ്രിയം ഡിപ്രഷന് കാരണമാകുന്നു എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല. സെറോട്ടോണിൻ ഹൈപ്പോത്തിസിസ് എന്ന് പറയും. സെറോട്ടോണിൻ ഹൈപ്പോത്തിസിസ് പറയുന്നത് സെറോട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ കുറവാണ് ഡിപ്രഷൻ പോലുള്ള അവസ്ഥകൾക്ക് കാരണമെന്നാണ്. എന്നാൽ അത് തെറ്റാണ് എന്നുള്ള പഠനങ്ങൾ വളരെ പണ്ട് മുതലേ നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ അത് ശരിയാണ് എന്ന് രോഗികളെ ധരിപ്പിക്കുന്നതായിട്ടാണ് പല സ്ഥലങ്ങളിലും പല കേസുകളിലും നമ്മൾ കാണുന്നത്. അത് കെമിക്കൽ ഇംബാലൻസ് മൂലം ഈ രോഗങ്ങൾ ഉണ്ടെന്നും നമ്മൾ ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ കെമിക്കൽ ഇംബാലൻസ് ഇല്ലാതാവുകയും അങ്ങനെ രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും എന്നുള്ളതാണ് രോഗികൾക്ക് പോലും കൊടുക്കുന്ന വിശദീകരണം. ആ വിശദീകരണത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ ട്രീറ്റ്മെന്റിന് വിധേയനാകുന്ന രോഗി പലപ്പോഴും രോഗത്തിൽ നിന്ന് മുക്തമാകുന്നതായിട്ട് കാണാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഡ്രഗ്, ഈ മെഡിസിൻ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് ശാസ്ത്രീയമായിട്ടുള്ള ഒരറിവില്ല. എന്നാൽ ആ മരുന്ന് വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പല ശാസ്ത്രജ്ഞന്മാരും ബ്രെയിന് വളരെ കോംപ്ലക്സ് ആണ്, വളരെ സങ്കീർണമായിട്ടുള്ള ഒരു അവയവമാണ്, അതിൽ ഈ മരുന്ന് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഇനിയും നമ്മൾ കണ്ടെത്തിയിട്ടില്ല എന്ന് വിശദീകരിക്കുമ്പോൾ അരവിന്ദ് കൃഷ്ണനെ പോലുള്ളവരെ വളരെ ലളിതമായിട്ടുള്ള ഒരു അസംഷൻ നമ്മൾ എടുത്താൽ മതി, അത് പ്ലാസിബോ എഫക്റ്റ് തന്നെയാണ് എന്ന് നമ്മൾ അനുമാനിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. എന്താണ് ഈ പ്ലാസിബോ എഫക്റ്റ്? നമുക്ക് കിട്ടുന്ന ഒരു ട്രീറ്റ്മെന്റിൽ നമുക്ക് വിശ്വാസമുണ്ടാകുക, അത് നമ്മളെ സഹായിക്കും, നമ്മുടെ രോഗാവസ്ഥയിൽ നിന്ന് നമുക്ക് മുക്തി നൽകും എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പേരിൽ മാത്രം രോഗത്തിൽ നിന്ന് മുക്തി വരിക, രോഗം ഭേദപ്പെടുക, ഇതാണ് പ്ലാസിബോ എഫക്റ്റ്. കിട്ടുന്ന മെഡിസിനിൽ യാതൊരു രീതിയിലുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസും ഇല്ല. അത് ഒരുപക്ഷെ ഒരു ഷുഗർ പില്ല് മാത്രമായിരിക്കാം. എന്നാലും അത് ഒരു ശക്തമായിട്ടുള്ള മരുന്നാണ് എന്ന് നമ്മൾ സങ്കല്പിച്ചുകൊണ്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് രോഗത്തിൽ നിന്ന് മുക്തി ഉണ്ടാകുന്നു. ഈ ഒരു ട്രീറ്റ്മെന്റ് രീതി വൈദ്യശാസ്ത്രത്തിലെ പലരും അനുവർത്തിച്ചു വരുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇതിലൊരു വഞ്ചന, ഡിസപ്ഷൻ ഉണ്ട് എന്നുള്ള ഒരു എത്തിക്കൽ ചിന്ത പല ശാസ്ത്രജ്ഞന്മാരെയും ആകുലരാക്കുന്നുണ്ട്. അങ്ങനെ ഒരു വഞ്ചനയുണ്ട്, ഒരു ഡിസപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ പ്ലാസിബോ കൊടുക്കുന്നത് ഒരു ശരിയായിട്ടുള്ള രീതിയല്ല എന്ന് വാദിക്കുന്നവരുണ്ട്. നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ ശരിയായിട്ട് പ്രവർത്തിക്കുന്ന ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉള്ള മരുന്ന് മാത്രമേ കൊടുക്കാവൂ എന്നുള്ള ഒരു കാര്യം പലരുടെയും മനസ്സിൽ രൂഢമൂലമായിട്ട് ഉറച്ചിട്ടുണ്ട്. പലപ്പോഴും വൈദ്യരംഗത്ത് മെഡിസിൻ ട്രയൽസ്, മെഡിസിൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള പരീക്ഷണങ്ങളിൽ ഒരു വിഭാഗം പരീക്ഷണം മാത്രമായിട്ട് പ്ലാസിബോയെ നിലനിർത്തുന്നു. പ്ലാസിബോയെ അങ്ങനെ ഒരു ബേസ് ലൈനായിട്ട്, പ്ലാസിബോയേക്കാൾ ബെറ്റർ ആയിട്ട് ഒരു മെഡിസിൻ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ടാണ് ഒരു മരുന്നിന്റെ കാര്യക്ഷമത നമ്മൾ തീരുമാനിക്കുന്നത്. അങ്ങനെ പ്ലാസിബോയെ അവഗണിക്കുന്ന രീതിയിൽ, അതായത് ഒരു ശാസ്ത്ര പരീക്ഷണത്തിന്റെ ഒരു ബേസ് ലെവൽ മാത്രമായിട്ട് അവഗണിക്കുന്ന രീതിയിലേക്ക് പോകുന്നുണ്ടോ എന്ന് നമുക്ക് സംശയം ഉണ്ടാകും. അതിന് കാരണം പ്ലാസിബോ എന്നുള്ളത് അതിലൊരു ഡിസപ്ഷൻ ഉണ്ട്, അതിലൊരു വഞ്ചനയുണ്ട് എന്നുള്ളത് കൊണ്ട് അതിനെ ഒരു ശരിയായിട്ടുള്ള ട്രീറ്റ്മെന്റ് രീതിയായിട്ട് അങ്ങനെ വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്നില്ല. എന്നാൽ ഈ അടുത്ത കാലത്ത്, ആഴ്ചകൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ച ഒരു പേപ്പറിന്റെ റെഫറൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ പരീക്ഷണം രോഗികൾക്ക്, അതായത് ആങ്സൈറ്റി, ഡിപ്രഷൻ തുടങ്ങിയ മൈൽഡ് ഡിപ്രഷൻ, ആങ്സൈറ്റി, സ്ട്രെസ് തുടങ്ങിയ കണ്ടീഷൻസിന് വിധേയമായിട്ടുള്ള ഒരു ഗ്രൂപ്പിന് ട്രീറ്റ്മെന്റ് ഇത് പ്ലാസിബോ ആണ് എന്നും ഇതിൽ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ഈ മരുന്ന് വെറും ഒരു പ്ലാസിബോ ആണ്, ഇത് കഴിച്ചാൽ
ചിലപ്പോൾ നിങ്ങളുടെ ആ കണ്ടീഷനിൽ നിന്ന് മുക്തി ഉണ്ടാകും എന്ന പൂർണ്ണമായിട്ടുള്ള അറിവോടുകൂടി പ്ലാസിബോ കൊടുക്കുന്നു. എന്നിട്ട് ആ പഠനം കണ്ടെത്തുന്നത് കൺട്രോൾ ഗ്രൂപ്പ്, അത് കൺട്രോൾ ഗ്രൂപ്പിന് യാതൊരു രീതിയിലുള്ള ട്രീറ്റ്മെന്റും കിട്ടുന്നില്ല. ആ കൺട്രോൾ ഗ്രൂപ്പിൽ നിന്ന് ബെറ്ററായിട്ട് പ്ലാസിബോ കിട്ടുന്ന ഗ്രൂപ്പിന്റെ റിസൾട്ട്സ് വരുന്നു എന്നുള്ളതാണ് പഠനം കണ്ടെത്തിയത്. അതായത് ഞാൻ കഴിക്കുന്നത് പ്ലാസിബോ ആണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു രോഗി ആ മരുന്ന് കഴിച്ചാൽ, അല്ലെങ്കിൽ ആ പ്ലാസിബോ കഴിച്ചാൽ, ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ഇല്ലാത്ത ആ ഗുളിക അത് കഴിച്ചു കഴിഞ്ഞാൽ രോഗത്തിൽ നിന്ന് ശമനമുണ്ടാകുന്നു. അപ്പോൾ അതിലെ ഒരു ഡിസപ്ഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. രോഗികൾക്ക് പ്ലാസിബോ ആണ് എന്നുള്ള അറിവ് നൽകിക്കൊണ്ട്. വാസ്തവത്തിൽ ഈ പഠനത്തിൽ പ്ലാസിബോ എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന 2 വീഡിയോകൾ രോഗികൾക്ക് കാട്ടിക്കൊടുത്തിട്ടാണ് ഇത് പ്ലാസിബോ ആണ്, നിങ്ങളിത് കഴിക്കൂ, കാലത്തൊരു ഗുളിക വൈകിട്ടൊരു ഗുളിക എന്നുള്ള രീതിയിൽ ഇത് കഴിച്ചുകൊണ്ടിരിക്കും. എന്നിട്ടൊരു പ്രത്യേക കാലാവധിക്ക് ശേഷം അവരെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ സിംറ്റംസിൽ വലിയ കുറവുള്ളതായിട്ട് കാണുന്നു. പ്ലാസിബോ വർക്ക് ചെയ്യുന്നത് ബിലീഫിൽ നിന്നാണ്. നമ്മൾ രോഗത്തിൻ്റെ ഒരു പാസീവായിട്ടുള്ള ഒരു ഘടകമല്ല, രോഗി മരുന്നിന് വിധേയമാകുന്ന പാസീവായിട്ടുള്ള ഘടകമല്ല. ആ രോഗി തന്നെ ആ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി മാറുന്നു. ആ ബിലീഫിൽ നിന്നും, ആ വിശ്വാസത്തിൽ നിന്നും, ആ പോസിറ്റീവായിട്ടുള്ള ഒരു ഒപ്റ്റിമിസത്തിൽ നിന്നും പല രീതിയിലുള്ള ചേഞ്ചസും നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്നു. നമ്മുടെ കണ്ടീഷന് ഇത്തരത്തിലുള്ള സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള, ആങ്ഷ്യസ് ആയിട്ടുള്ള, ഡിപ്രസീവ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ നിന്നും മുക്തി നൽകുന്ന റിയാക്ഷൻസ് ബ്രെയിനിൽ ഉണ്ടാകുന്നു. അത്തരത്തിലുള്ള ഹോർമോണുകൾ ബ്രെയിനിൽ കൂടുന്നു. അങ്ങനെ ഒരു പോസിറ്റീവ് വെൽബീയിങ് രോഗികൾക്ക് ഉണ്ടാകുന്നു. ഇതാണ് പ്ലാസിബോ നൽകുന്ന എഫക്റ്റ്. ഈ ഒരു കാര്യം ആധുനിക ശാസ്ത്രം സ്ഥിരീകരിക്കുമ്പോൾ തന്നെ പ്രാചീനമായിട്ടുള്ള സമൂഹങ്ങളിൽ ഇത്തരം ട്രീറ്റ്മെന്റുകളൊന്നും നിലനിൽക്കാത്ത കാലത്ത് പോലും അവര് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അനുഷ്ഠാനങ്ങളിലൂടെ ഒരു വെൽബീയിങ് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത്. അവിടെയാണ് വെളിച്ചപ്പാടിന്റെ തുള്ളലും തെയ്യത്തിന്റെ തുള്ളലും, അല്ലെങ്കിൽ നമ്മൾ സാമൂഹികമായിട്ട് അനുഷ്ഠാനത്തിൽ ഏർപ്പെടുന്ന ഏത് സാഹചര്യവും ഒരുക്കി തരുന്നത്. അവിടെയും ഇത്തരത്തില് പ്ലാസിബോ ഇഫക്റ്റ് പോലെ അവിടെ തടിച്ചുകൂടുന്ന ജനങ്ങള്, സമൂഹം, അവര് പല രീതിയിലുള്ള ബിലീഫ് ഉണ്ടെങ്കിലും ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസം ഈ കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ എനിക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വെളിച്ചപ്പാടും തെയ്യവും അതിനൊക്കെ ഒരു സ്പിരിച്വൽ സൂപ്പർ നാച്ചുറൽ ആസ്പെക്ട് ഉണ്ടെങ്കിലും അതിൽ വിശ്വസിക്കാത്ത ആൾക്കാർക്ക് പോലും ഇത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ പോലും നമുക്ക് അത്തരം ആൾക്കാരിൽ പ്ലാസിബോയ്ക്ക് ഉണ്ടാകുന്ന, പ്ലാസിബോ എടുക്കുമ്പോൾ ഉണ്ടാകുന്നത് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എസ്പെഷ്യലി ബ്രെയിനിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, ചില പോസിറ്റീവ് ഫീലിങ്സിനെ ഉത്തേജിപ്പിക്കുന്ന കെമിക്കൽസ് ഉണ്ടാകുന്നു. ആങ്സൈറ്റി, ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല, മറ്റു പല ചേഞ്ചസും ഇത്തരം ഈ സ്ഥലങ്ങളിൽ എത്തുന്ന ആൾക്കാരിൽ ഉണ്ടാകുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ബ്രെയിൻ വേവ്സും ഹാർട്ട് റേറ്റ്സും ഒക്കെ സിങ്ക്രണൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യം. ഈ സിങ്ക്രണൈസേഷനെ കുറിച്ച് നമ്മളിവിടെ പല തവണ സംസാരിച്ചിട്ടുണ്ട്. മനുഷ്യര് പ്രവൃത്തിയിൽ ഏകാഗ്രതമായിട്ടുള്ള മനസ്സോടുകൂടി ഏർപ്പെടുമ്പോൾ അവരുടെ ഹാർട്ട് റേറ്റ് സമന്വയിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു, ബ്രെയിൻ വേവ്സ് സമന്വയിക്കുന്നതായിട്ട് കാണുന്നു. ഇതേ പ്രക്രിയ നമ്മൾ ഈ അനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവിടെ തടിച്ചുകൂടുന്ന ആൾക്കാരിലും നമ്മൾ കാണുന്നു. അത് ഒരുപക്ഷെ ട്രഡീഷണലായിട്ട്, പാരമ്പര്യമായിട്ട് സമൂഹങ്ങൾ ഇത് ഒരു വെൽബീയിങ്ങിന്റെ സൂചന, വെൽബീയിങ് ഇതിൽ നിന്നുണ്ടാകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ അനുഷ്ഠാനങ്ങൾ പല കൾച്ചേഴ്സിലും പല സംസ്കാരങ്ങളിലും നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് പ്ലാസിബോയെ കുറിച്ച് നമ്മൾ നടത്തുന്ന പഠനങ്ങളിൽ നമുക്ക് കിട്ടുന്ന അതേ സൂചനകൾ തന്നെയാണ് അനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവിടെ തടിച്ചുകൂടുന്ന ആൾക്കാരിലും ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്ലാസിബോ എഫക്റ്റ് ആണ് ഇത്തരം അനുഷ്ഠാനങ്ങളിലൂടെ ഉണ്ടാക്കി തരുന്നത്. അത് സമൂഹത്തിനും വ്യക്തികളിലും അവരുടെ മാനസികമായിട്ടുള്ള ആരോഗ്യത്തെ ഒരു നില വരെ നിലനിർത്താൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെ പ്രാചീന സമൂഹം അനുവർത്തിച്ചു പോകുന്നത്. മാനസികമായിട്ടുള്ള ഒരു നിലവാരം, മാനസിക ആരോഗ്യത്തിന്റെ ഒരു നിലവാരം നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ശാരീരിക ആരോഗ്യത്തിനും പ്രയോജനമാകും. കാരണം WHO ഗൈഡൻസിൽ പോലും മെന്റൽ ഹെൽത്തും ബോഡി ഹെൽത്തും ഇത് രണ്ടും റിലേറ്റഡ് ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഭാരതം പോലുള്ള സംസ്കാരങ്ങളിൽ ഇത്തരം അനുഷ്ഠാനങ്ങൾ ഗ്രാമഗ്രാമാന്തരങ്ങളിലായിട്ട് വികസിച്ചു കിടന്നിരുന്നു. ഇന്ന്
അത് മെല്ലെ മെല്ലെ ഇല്ലാതായി പോവുകയാണ്. ചില സ്ഥലങ്ങളിൽ നമ്മൾ അർബണൈസേഷൻ്റെ ഭാഗമായിട്ട് സിറ്റി ആകുമ്പോൾ നമ്മൾ ഈ കലകൾ, ഈ മെക്കാനിസംസ് നമുക്കില്ലാതെ പോകുന്നു. അങ്ങനെ സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ മുതലായിട്ടുള്ള രോഗങ്ങൾ വർദ്ധിക്കുന്നതിന് അതിനൊരു കാരണമായേക്കാം. നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് ശരിയായിട്ടുള്ള വൈദ്യസഹായം പലർക്കും കിട്ടുന്നില്ല. വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് വൈദ്യസഹായം എത്തുന്നില്ല. ഇങ്ങനെ ഒരു രോഗമുണ്ട് എന്നുള്ളത് പോലും തിരിച്ചറിയുന്നില്ല. അപ്പോൾ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് വരികയും അത് സീരിയസ് ആയിട്ടുള്ള, കുറച്ചുകൂടെ സങ്കീർണമായിട്ടുള്ള മാനസിക രോഗങ്ങളിലേക്ക് അത് എത്തിച്ചാടും. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത്, ഭാരതത്തിൽ ഇലക്ട്രിക് ഷോക്ക് എന്ന് പറയുന്ന ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി അത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ചില രാജ്യങ്ങളിലെങ്കിലും അത് നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. വ്യാപകമായിട്ട് മറ്റു രാജ്യങ്ങളിൽ ഇത് വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രം യൂസ് ചെയ്യണം എന്ന നിർദ്ദേശമുണ്ട്. എന്നാൽ ഭാരതം പോലുള്ള രാജ്യങ്ങളിൽ മറ്റു ട്രീറ്റ്മെന്റുകൾക്ക് നമുക്ക് പറ്റാത്തത് കൊണ്ട്, അത് വളരെ കോസ്റ്റ്ലി ആയതുകൊണ്ട്, വളരെ ദീർഘമായിട്ടുള്ള കണ്ടിന്യൂസ് മെഡിക്കൽ പരിചരണം ആവശ്യമുള്ളത് കൊണ്ടും അത് അസാധ്യമാകുന്നത് കാരണം പലപ്പോഴും ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നു. ഇത് കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള അനുഷ്ഠാനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാഞ്ഞു പോവുകയും അതിന് ബദലായിട്ട് ആധുനിക ശാസ്ത്രത്തിന്റെ ട്രീറ്റ്മെന്റ് എത്താതിരിക്കുകയും ചെയ്യുമ്പോൾ ആണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക്, ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പിയുടെ ആധിക്യം അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കേസിൽ മാത്രമേ ആവശ്യമുള്ളൂ എന്നുള്ളതാണ് ഇന്ന് വൈദ്യശാസ്ത്രം പറയുന്നത്. എന്നാൽ അത് വ്യാപകമായിട്ട് ഇന്നും ഭാരതം പോലുള്ള രാജ്യങ്ങളിൽ തുടരുന്നു. നമുക്ക് ചെയ്യാവുന്നത് അനുഷ്ഠാനങ്ങൾ അതേ രീതിയിൽ നമുക്ക് ഒരു സിറ്റി സംസ്കാരത്തിൽ നിലനിർത്തുന്നതിൽ പ്രശ്നമുണ്ടാകാം. പക്ഷെ അതിന് ബദലായിട്ട് മറ്റ് പല കമ്മ്യൂണിറ്റി റിച്വൽസും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഈവൻ ക്ലാസിക്കൽ മ്യൂസിക് കേൾക്കുന്നത് പോലും ഇത്തരത്തിൽ ഹീലിംഗ് എഫക്റ്റ് ഉണ്ടാക്കുന്നു എന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മെഡിറ്റേഷൻസ്, ഗ്രൂപ്പ് മെഡിറ്റേഷൻ, അതുപോലെ മ്യൂസിക്കിൽ, കലാരൂപങ്ങളിൽ അഭിരുചി ഉണ്ടാകുകയും അതൊരു സാമൂഹികമായിട്ടുള്ള പ്രക്രിയയായിട്ട് മാറുകയും, കഥ എഴുതി വായിക്കുക മാത്രമല്ല കഥ പറച്ചിൽ ഉണ്ടാകുക, അതും ഒരു അനുഷ്ഠാന കലയായിരുന്നു. ഇന്ന് അത് നമുക്ക് കുറച്ചുകൂടി ആധുനികവൽക്കരിച്ച് ഒരു ആധുനിക പശ്ചാത്തലത്തിലേക്ക് അത് കൊണ്ടുവരാം. കഥ കേൾക്കുന്ന ആൾക്കാരിലും ഒരു സിങ്ക്രണൈസേഷൻ ഉണ്ടാകുന്നു. അവരുടെ ബ്രെയിൻ വേവ്സും ഹാർട്ട് റേറ്റ്സും സമന്വയിപ്പിക്കപ്പെടുന്നു. അതൊരു മെന്റൽ വെൽബീയിങ്ങിൽ ഒരു യൂഫോറിക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ എത്തുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് പഠനങ്ങൾ കാട്ടി തന്നിട്ടുള്ളതാണ്. അപ്പം അത്തരം ചിന്തകൾ, അത്തരം പഠനങ്ങൾ അതെങ്ങനെ സഹായിക്കുന്നു, എത്രത്തോളം നമുക്ക് ഇത്തരം അനുഷ്ഠാനങ്ങൾക്ക് തുല്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളത് ഭാരതീയ പശ്ചാത്തലത്തിൽ പഠനങ്ങൾ കൂടുതലായിട്ട് ആവശ്യമുണ്ട്. അത്തരം പഠനങ്ങൾ ഉണ്ടാകുമെന്നും നമുക്കൊരു ബെറ്റർ ആയിട്ടുള്ള, കുറച്ചുകൂടി നിലവാരം കൂടിയ ഒരു മെന്റൽ ഹെൽത്ത് ഭാരതം മാത്രമല്ല ഇതുപോലുള്ള അനേകം വികസന രാജ്യങ്ങളിലും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം.